ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ടെറസിലെ കൃഷിയാണ്. ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് സ്ഥലമില്ല കൃഷി ചെയ്യാനെന്ന്. ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ നടാവുന്നതാണ്. ഞാൻ കുറച്ച് ഗ്രോ ബാഗിലും ചട്ടിയിലുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും എൻ്റെ ടെറസിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ പുറത്തു നിന്നൊക്കെ പച്ചക്കറി വാങ്ങിയിട്ട്. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം എൻ്റെ ടെറസിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഈ തൈയെല്ലാം എനിക്ക് കിട്ടിയത് കൃഷിഭവനിൽ നിന്നാണ്. നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈയാണ് കിട്ടിയത്. അതുകൊണ്ട് നല്ല വിളവെടുപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ തൈ ഉണ്ട്. അതിൽ ഏതാണ്ട് മഞ്ഞപ്പൂ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ പായസത്തിൻ്റെ വീഡിയോ. അത് നിങ്ങൾ കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് അമരത്തൈ, കുറ്റിപ്പയർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുന്നേ കിട്ടിയത് നല്ല 18 മണിയുള്ള പയറിൻ്റെ വിത്തായിരുന്നു. പക്ഷേ ഇപ്പം കിട്ടിയത് കുറ്റിപ്പയറിൻ്റെയാണ്. അതുപോലെ തന്നെ വെണ്ടയൊക്കെ ഒരു വെണ്ടയിൽ നിന്ന് തന്നെ ഏകദേശം 1 കിലോ 2 കിലോ വെണ്ടയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ തക്കാളി രണ്ടിനത്തിൽപ്പെട്ട തക്കാളി എനിക്കുണ്ട്. വലിയ തക്കാളിയും ചെറിയ തക്കാളിയും. അതുപോലെ തന്നെ അമരയ്ക്ക ഞാൻ സാധാരണ അമര നട്ടാൽ അത് പൊടിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ അമരത്തൈ നല്ല വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു തൈയിൽ നിന്ന് തന്നെ 1 കിലോയോളം അമരയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ വയ്ക്കാനൊക്കെ എനിക്ക് എല്ലാം, കത്തിരി, വെണ്ട, ഇതെല്ലാം ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് അതൊന്നും വാങ്ങേണ്ടി വരാറേ ഇല്ല. പിന്നെ വെണ്ടയൊക്കെ ഞാൻ കുറച്ച് പറിച്ച് ഏകദേശം 10-20 എണ്ണം കിട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ കത്രിക കൊണ്ട് വിട്ടു കൊടുക്കും. അപ്പോൾ അതിൻ്റെ താഴേന്ന് പുതിയ ശിഖരങ്ങൾ വന്ന് അതിലും വെണ്ടയ്ക്ക ഒരുപാട് കായ്ക്കാറുണ്ട്. പിന്നെ പച്ചച്ചീരയും ചുമന്ന ചീരയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവറും കിട്ടാറുണ്ട്. പച്ചമുളകാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഒരുപാട് വിളവ് കിട്ടിയ പച്ചമുളകാണ്. അത് നല്ല എരിവുള്ള ഇനം പച്ചമുളകാണ് കിട്ടിയത്. ഒരു തൈയിൽ നിന്ന് തന്നെ ഏകദേശം 1 കിലോയോളം പച്ചമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിനടുത്തു നിന്ന് ഒരു ചേച്ചി എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ തന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൽ 2 പൂ കിട്ടിയിട്ടുണ്ട്. അതിനി കായ്ക്കുമോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2 ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു 4 വർഷം കഴിഞ്ഞാലേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കായ്ക്കുന്നത്. വെണ്ടയൊക്കെ ആണെങ്കിൽ നല്ല നീളമുള്ള വെണ്ടയാണ് എനിക്ക് കിട്ടിയത്. ഒരു ദിവസം എനിക്ക് എന്തായാലും ഒരു 10 വെണ്ടയ്ക്കയോളം കിട്ടാറുണ്ട്. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല. കോഴിവളം മാത്രമേ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഈ മലക്കറി വേസ്റ്റ് വച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കും. ഈ കോഴി വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 2 സമയവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. കോഴിക്കാരം നല്ല ചൂടായത് കാരണം വെള്ളം നല്ലവണ്ണം ഇതിൽ വേണം. പിന്നെ ഇതുപോലെ തക്കാളിയൊക്കെ വരുമ്പോൾ ചെറിയ കമ്പൊക്കെ ഊന്നിക്കൊടുത്താൽ അതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി വേണമെങ്കിൽ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ പുതിനയില, ഇത് എനിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അതിൻ്റെ ഒരു തണ്ട് കൊണ്ട് വെച്ചത് പൊടിപ്പിച്ചതാണ്. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് പുതിന കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി വേറെ ചെടിച്ചട്ടിയിലൊക്കെ ഒരുപാട് പുതിന നട്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വൈകുന്നേരം കട്ടനിടാനും പിന്നെ കൂട്ടുകറിയൊക്കെ വയ്ക്കുമ്പോഴൊക്കെ പുതിന കട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ 2 പൂവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് രാത്രിയാണ് വിരിയുന്നത്. ഒരുപാട് ഒന്നും കായ്ച്ചിട്ടില്ല, എന്നാലും ഇനി ഒരുപാട് കായ്ക്കുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 4 വർഷം കഴിയുമ്പോൾ നല്ല വിളവെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ കൃഷിയിടങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റി. ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യാൻ ശ്രമിക്കണം. ബായ്. മറ്റൊരു വീഡിയോയുമായിട്ട്